ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പല കണ്ടുപിടുത്തങ്ങൾക്കും പിന്നിൽ ആയിരക്കണക്കിന് വർഷം മുൻപ് ജീവിച്ച ഒരാളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതെ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചരിത്രം ശസ്ത്രക്രിയയുടെ പിതാവ് എന്ന് വിളിക്കുന്ന സുശ്രുതനെയാണ്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ, പ്ലാസ്റ്റിക് സർജറി ഒരു മോഡേൺ കണ്ടുപിടുത്തമാണോ? നമ്മളിൽ പലരും അതെ എന്ന് തന്നെയാവും കരുതുന്നത്, അല്ലേ? എന്നാൽ ആ ധാരണ നമുക്കൊന്ന് തിരുത്താം. കാരണം ഇതിന്റെ യഥാർത്ഥ കഥ തുടങ്ങുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനും ഒരുപാട് മുൻപാണ്. ഇപ്പോൾ നോക്കൂ, ഈ റൈനോപ്ലാസ്റ്റി, അതായത് മൂക്ക് ശരിയാക്കുന്ന ഓപ്പറേഷൻ അല്ലെങ്കിൽ അതുപോലുള്ള സങ്കീർണമായ ശസ്ത്രക്രിയകളൊക്കെ ഈ നൂറ്റാണ്ടിന്റെ സംഭാവനയാണെന്നാണ് നമ്മുടെ എല്ലാം ഒരു ധാരണ. പക്ഷെ സത്യം അതല്ല. അത് നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. ഈ പറഞ്ഞ ആധുനിക മെഡിക്കൽ ടെക്നിക്കുകളുടെയെല്ലാം വേരുകൾ 2600 വർഷങ്ങൾക്കപ്പുറം പുരാതന ഭാരതത്തിലാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ആ വിപ്ലവകാരിയുടെ പേരാണ് സുശ്രുതൻ. ലോകം കണ്ട എക്കാലത്തെയും മികച്ച വൈദ്യശാസ്ത്ര പ്രതിഭകളിലൊരാൾ. അദ്ദേഹത്തെ വെറുതെയല്ല ശസ്ത്രക്രിയയുടെ പിതാവ് എന്ന് അത്രയും ബഹുമാനത്തോടെ വിളിക്കുന്നത്. 2600 വർഷങ്ങൾ ഒന്നാലോചിച്ചു നോക്കൂ. അത്രയും കാലം മുൻപ് ഗംഗാനദിയുടെ തീരത്ത്, ഇന്നത്തെ വാരാണസിയിൽ, സുശ്രുതൻ നടത്തിയിരുന്നത് അക്കാലത്തെ ഏറ്റവും നൂതനമായ ശസ്ത്രക്രിയകളായിരുന്നു. ഇന്നത്തെ ഈ മോഡേൺ ടെക്നോളജിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ കാലഘട്ടം നമ്മളെ ശരിക്കും അതിശയിപ്പിക്കും. അപ്പോ ആരായിരുന്നു ഈ സുശ്രുതൻ? അദ്ദേഹം ഒരു ഡോക്ടർ മാത്രമല്ല, ഒരു സർജനും, അതിനേക്കാളൊക്കെ ഉപരി ഒരു മികച്ച ടീച്ചറുമായിരുന്നു. BC 6-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം തന്റെ അറിവുകളെല്ലാം കൂടി സുശ്രുത സംഹിത എന്ന ഒരു ഒറ്റ പുസ്തകത്തിൽ എഴുതിവെച്ചു. അത് വൈദ്യശാസ്ത്ര ചരിത്രത്തിൽ തന്നെ ഒരു വലിയ നാഴികക്കല്ലായി മാറി. അപ്പോ എന്തായിരുന്നു ആ ഗ്രന്ഥത്തിനുള്ളിൽ? സുശ്രുതന്റെ പ്രതിഭയുടെ ആഴം നമ്മളെ ശരിക്കും ഞെട്ടിക്കും. അദ്ദേഹത്തിന്റെ ശസ്ത്രക്രിയാ പാഠങ്ങൾ എത്രമാത്രം അഡ്വാൻസ്ഡ് ആയിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. 300, ഒന്നോ രണ്ടോ അല്ല 300 തരം ശസ്ത്രക്രിയാരീതികളാണ് സുശ്രുത സംഹിതയിൽ വിശദീകരിക്കുന്നത്. ഒന്നോർക്കണം, ഇന്നത്തെ കാലത്ത് പോലും ഇതൊരു വലിയ സംഖ്യയാണ്. അപ്പോൾ പിന്നെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യം പറയേണ്ടതുണ്ടോ? ഈ സർജറിയൊക്കെ ചെയ്യാൻ വെറും കൈ മതിയോ? പോരല്ലോ, അതിന് ഉപകരണങ്ങൾ വേണ്ടേ? 120-ലധികം, അതെ 120-ലധികം വ്യത്യസ്ത ഉപകരണങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. വെറുതെ വിശദീകരിക്കുകയല്ല, അവയിൽ പലതും അദ്ദേഹം സ്വന്തമായി ഡിസൈൻ ചെയ്തവയായിരുന്നു. സുശ്രുതൻ പറഞ്ഞൊരു കാര്യമുണ്ട്. തന്റെ കലയുടെ ഒരു ശാഖ മാത്രം അറിയുന്നവൻ ഒരു ചിറകുള്ള പക്ഷിയെപ്പോലെയാണ്. ഈ വാക്കുകൾക്ക് വലിയ അർത്ഥമുണ്ട്. ശസ്ത്രക്രിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. വൈദ്യശാസ്ത്രത്തെ ഒരു സമഗ്ര കലയായി കാണണമെന്ന അദ്ദേഹത്തിന്റെ വലിയ കാഴ്ചപ്പാടാണ് ഇതിൽ തെളിയുന്നത്. സുശ്രുതൻ വെറുതെ കുറെ സർജറികളുടെ ലിസ്റ്റുണ്ടാക്കുകയായിരുന്നില്ല ചെയ്തത്. അദ്ദേഹം ശസ്ത്രക്രിയയെ മൊത്തത്തിൽ 8 വിഭാഗങ്ങളായി തിരിച്ചു. മുറിക്കൽ, പിളർക്കൽ, തുന്നൽ, അങ്ങനെ ഓരോന്നിനും കൃത്യമായ വേർതിരിവ്. ഇതൊരു വിപ്ലവകരമായ ചിന്തയായിരുന്നു. കാരണം എന്താണെന്നറിയോ? ഇത് സർജറി പഠിക്കാനും പഠിപ്പിക്കാനും വളരെ എളുപ്പമുള്ളൊരു ചട്ടക്കൂടുണ്ടാക്കി കൊടുത്തു. അത്ഭുതമെന്ന് പറയട്ടെ, അത് ഇന്നും പ്രസക്തമാണ്. അദ്ദേഹത്തിന്റെ കഴിവുകൾ പ്ലാസ്റ്റിക് സർജറിയിൽ മാത്രം ഒതുങ്ങിയില്ല കേട്ടോ. കണ്ണിലെ തിമിരം മാറ്റുന്ന സർജറി, മൂത്രാശയത്തിലെ കല്ല് നീക്കം ചെയ്യുന്നത്, ഒടിഞ്ഞ എല്ലുകൾ നേരെയാക്കുന്നത്, അങ്ങനെ പലതും അദ്ദേഹം ചികിത്സിച്ചു. ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ, ലോകത്താദ്യമായി സിസേറിയനെക്കുറിച്ച് ഉപദേശം നൽകിയ വ്യക്തിയും സുശ്രുതനാണെന്നാണ് കരുതപ്പെടുന്നത്. അപ്പോ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ രോഗിക്ക് വേദനയുണ്ടാവില്ലേ? അതിനും സുശ്രുതൻ ഒരു വഴി കണ്ടിരുന്നു. ഒരുപക്ഷേ ലോകത്തിലെ ആദ്യത്തെ അനസ്തേഷ്യ എന്ന് നമുക്ക് പറയാം. രോഗിയുടെ വേദന കുറയ്ക്കാനായി അദ്ദേഹം കൃത്യമായ അളവിൽ വൈൻ ഉപയോഗിച്ചിരുന്നു. ഇത് വെറുമൊരു ചികിത്സാരീതിയല്ല, രോഗിയോടുള്ള അദ്ദേഹത്തിന്റെ ഒരു കരുതൽ കൂടിയാണ് കാണിക്കുന്നത്. ഇത്രയധികം അറിവുകൾ സുശ്രുതൻ തന്നിൽ മാത്രം ഒതുക്കിവെച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം ഒരു സർജൻ മാത്രമല്ല, ഒരു വിപ്ലവകാരിയായ അധ്യാപകൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ പഠിപ്പിക്കുന്ന രീതികൾ ആ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്തതായിരുന്നു. വെറുതെ പുസ്തകം വായിച്ചു പഠിക്കലല്ല. ഒന്നാമത്, ഓരോ വിദ്യാർത്ഥിക്കും കർശനമായ ഒരു മെഡിക്കൽ എത്തിക്സ്, അതായത് ഒരു പെരുമാറ്റച്ചട്ടമുണ്ടായിരുന്നു. രണ്ടാമത്, ശരിക്കുള്ള ഓപ്പറേഷന് മുൻപ് പഴങ്ങളിലും പച്ചക്കറികളിലുമൊക്കെ പ്രാക്ടീസ് ചെയ്യണം. മൂന്നാമതായി, മനുഷ്യ ശരീരഘടനയുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ മൃഗങ്ങളുടെ ശരീരം ഡിസെക്റ്റ് ചെയ്ത് പഠിക്കണം. ഒന്നാലോചിച്ചു നോക്കൂ, എത്രമാത്രം പ്രോഗ്രസീവായ ചിന്തകളായിരുന്നു അതൊക്കെ. അദ്ദേഹത്തിന്റെ അതേ കാലത്ത് ജീവിച്ചിരുന്ന ആളാണ് ചരകൻ. ചരകൻ കൂടുതലും ശ്രദ്ധിച്ചത് മരുന്ന് കൊടുത്തുള്ള ചികിത്സ, അതായത് ഇന്റേണൽ മെഡിസിനാണ്. എന്നാൽ സുശ്രുതൻ പറഞ്ഞത് ശസ്ത്രക്രിയയാണ് ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതിയെന്നാണ്. ഈ ഒരു വ്യത്യാസമാണ് ആയുർവേദ പാരമ്പര്യത്തിൽ അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നത്. ശരി, അപ്പോൾ ഈ 2600 വർഷം മുൻപുള്ള ഈ അറിവുകൾക്ക് ഇന്ന് എന്ത് പ്രസക്തിയാണുള്ളത്? പറയാം. സുശ്രുതന്റെ പാരമ്പര്യം ഇന്നും നമ്മോടൊപ്പം ജീവിക്കുന്നുണ്ട്, ഒരുപക്ഷെ നമ്മൾ അറിയുന്നതിലും ആഴത്തിൽ. ഇതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന വസ്തുത.
ഇന്നത്തെ ഒരു പ്ലാസ്റ്റിക് സർജൻ ചെയ്യുന്ന പല പ്രൊസീജറുകളും 26 നൂറ്റാണ്ടുകൾക്ക് മുൻപ് സുശ്രുതൻ വിവരിച്ച രീതികളുടെ ഒരു മോഡേൺ രൂപം മാത്രമാണ്. കാലം എത്ര കഴിഞ്ഞിട്ടും ആ അടിസ്ഥാന തത്വങ്ങൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ സംഭാവനകളെ നമുക്കൊന്ന് നോക്കിയാൽ തീർച്ചയായും ശസ്ത്രക്രിയ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ അതുമാത്രമല്ല, വൈദ്യശാസ്ത്രം, മെഡിക്കൽ എത്തിക്സ്, പഠിപ്പിക്കുന്ന രീതി, ശരീരശാസ്ത്രം ഇങ്ങനെ പല മേഖലകളിലും അദ്ദേഹത്തിന്റെ സ്വാധീനം കാണാം. അതായത് അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു. സുശ്രുത സംഹിത എന്ന് പറയുന്നത് വെറുമൊരു മെഡിക്കൽ പുസ്തകമല്ല. അതിനെ ഹിന്ദുമതത്തിലെ 4 വേദങ്ങളിലൊന്നായ അഥർവവേദത്തിന്റെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വൈദ്യശാസ്ത്രത്തിനപ്പുറം അതിനെത്രമാത്രം സാംസ്കാരിക പ്രാധാന്യം ആ കാലത്ത് കൊടുത്തിരുന്നു എന്നതാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു വലിയ ചോദ്യം വരും, അല്ലേ? സുശ്രുതന്റെ ഈ അറിവുകളെപ്പോലെ നമ്മൾ ആധുനികമെന്ന് കരുതുന്ന എത്രയെത്ര ജ്ഞാനങ്ങൾ പഴയ ചരിത്രത്തിന്റെ താളുകളിൽ നമ്മൾ വീണ്ടെടുക്കാൻ കാത്തിരിക്കുന്നുണ്ടാവാം.